ഇന്ന് ഞാൻ കുവൈത്തിലുള്ളത്. ഞാൻ നാസർമോനുമാണ്. രണ്ട് മനുഷ്യസ്നേഹികളെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് ഞങ്ങളെ ജോസേട്ടൻ, തൃശ്ശൂരാണ്. അദ്ദേഹം ഗ്ലോബൽ ഇന്റർനാഷണൽ ജനറൽ ട്രേഡിങ്ങിന്റെ ചെയർമാനാണ് കുവൈത്തിൽ. 46 വർഷമായി ഞങ്ങളെ ജോസേട്ടൻ കുവൈത്തിൽ വർക്ക് തുടങ്ങിയിട്ട്. അദ്ദേഹം നമ്മൾ 2018 പ്രളയമുള്ള സമയത്ത് നമ്മളെ പുത്തുമല കവളപ്പാറയ്ക്ക് അപകടം സംഭവിച്ച സമയത്ത് എന്നെ വിളിച്ചുകൊണ്ട് മാനസാഹിബേ ഒരു 3 വീട് എൻ്റെ വക വെക്കണം എൻ്റെ കുട്ടി, അത് എത്രയും പെട്ടെന്ന് എൻ്റെ വർക്ക് നടത്തിയിട്ട് ആ അർഹതപ്പെട്ട പാവം കൊടുക്കണം. അപ്പം ഞാൻ ജോസേട്ടനോട് ചോദിച്ചു, അല്ലേ ജോസേട്ടാ, ഒരു ക്രിസ്ത്യാനികളെ 2-3 കിട്ടുമോ? ഞാൻ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കൊക്കെ കുറേ വീട് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളിവിടെ ക്രിസ്ത്യാനികളില്ല ജോസേട്ടാന്ന് ചോദിച്ചു. പൊന്നാർ എൻ്റെ കുട്ടി മാനോ, എൻ്റെ കുട്ടി മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവൊക്കെ നോക്കിയിട്ടാ അർഹതപ്പെട്ട പാവങ്ങൾക്കല്ല കൊടുക്കുന്നത്, ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുക, അവിടെ ഒരു ജാതിൻ്റെ കുട്ടി നോക്കണ്ടാറിന് ആ വലിയ മനസ്സാണ്. അപ്പൊ ഇത്രയും ജീവിതത്തിലെ രാവും പാലില്ലാതെ അധ്വാനിച്ച് അതിന് കിട്ടുന്ന നല്ലൊരു വരുമാനം ജോസേട്ടൻ പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ നാട്ടിലെ പാലിറ്റീവിന്റെ പ്രവർത്തനത്തിലാകട്ടെ പല സഹായങ്ങളുമാണ്. ജോസേട്ടന് സുഖമില്ല, അപ്പൊ ഇന്ന് അബുദാബിയിൽ നിന്ന് വന്നതാ ജോസേട്ടൻ. രാവിലെ 3 മണിക്ക് എത്തിയുള്ളൂ ഉച്ചക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, ജോസേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് മാനേജി എവിടെ ഉള്ളതെന്ന് വെച്ച്, ഞാൻ അങ്ങനെ അജ്മൽഖാന്റെ വീട്ടിലുള്ളത്, എന്നാൽ ഞാനവിടെ വരാം, ഞാൻ റെസ്റ്റ് എടുത്തിട്ടാണ് വരാം. ഞാൻ പറഞ്ഞു ബൈക്കുമായി വന്നാൽ മതി. ഇല്ലടാ, അപ്പൊ ഒക്കെ ദൈവം എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, ആ രോഗങ്ങൾക്കൊക്കെ ആശ്വാസമുണ്ട്. നിങ്ങൾ ഞങ്ങളെ ജോസേട്ടന് പ്രാർത്ഥിക്കണം. എനിക്ക് ആകെയുള്ള അപേക്ഷ അതാണ്. കാരണം ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മളെ നാടിന് സമൂഹത്തിന് ആവശ്യം, വേറെ ഒന്നുമല്ല. നമ്മളെ ജീവിതത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ അധ്വാനിച്ചുണ്ടാക്കിയ വരുമാനം കൊടുക്കാൻ ആ മനസ്സ് കാണിക്കുന്നതാണ് ഭാഗ്യവാന്. ഇനി ഇപ്പുറത്ത് തോമസേട്ടന്, എൻ്റെ തോമസേട്ടൻ എൻ്റെ അനിയനാണ്. നമ്മുടെ വയനാട് ചൂരമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ സമയത്ത് ഞങ്ങൾ അവിടെ തൃക്കൈപ്പറ്റിയിൽ സ്ഥലം എടുക്കാൻ പോയി. അതിലുള്ള മരങ്ങളൊക്കെ നട്ടുച്ച വെയിലത്തൊക്കെ ഞങ്ങൾ അതിൻ്റെ മരങ്ങൾ പറിച്ചു ഒഴിവാക്കുന്ന സമയത്ത് വെയിൽ കൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങളെ തോമസ് ചേട്ടനും അദ്ദേഹത്തിൻ്റെ അച്ഛനും മക്കളും കൂടി ഞങ്ങൾ അവിടെ വന്ന് കണ്ടു. മനസ്സായപ്പോ ഒന്ന് വീട്ടിലേക്ക് ഒന്ന് വരി എന്ന് പറഞ്ഞ് ഞങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോയി. ഞങ്ങളാകെ ക്ഷീണിച്ച സമയത്താണ് ഞങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണം തന്ന്. അതിന് പുറത്ത് മനസ്സായപ്പോ ഈ വീട് നിർമ്മിക്കണമെങ്കിൽ ഒക്കെ ഓരോ ഫാന് ഞങ്ങളെ വകേട്ട. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ വളരെ ഉപകാരം, അപ്പം എനിക്ക് കറണ്ട് എടുക്കാൻ റോട്ടിൽ നിന്ന് ഏകദേശം 10 കാലോളം വേണം. അപ്പം തന്നെ തോമസേട്ടൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇതാ എൻ്റെ മുറ്റത്താണല്ലോ ഇല്ല, അതിന് ഒരു കാല് പോലെ അങ്ങോട്ട് നിന്ന് എടുക്കുക, വേറെ ഒരു വർത്താനില്ല. നമ്മളൊക്കെ ജാതി മതമൊക്കെ പറഞ്ഞ് മനുഷ്യരെങ്ങനെ കൊല്ലാനും തല്ലാനും എൻ്റെ മതം ശരിയെന്ന് പറയും. ആദ്യം നമ്മളെ ഹൃദയം നന്നാക്കുക. നമ്മളെ ഹൃദയത്തിൽ നന്മ ഉണ്ടെങ്കിൽ ദൈവം പടച്ചമ്പരം നമ്മളെ കൂടെ ഉണ്ടാവും. അതിന് ഉദാഹരണമാണ് ഈ മനുഷ്യർ. എല്ലാ മതത്തിലും ഉണ്ട് നല്ല മനുഷ്യർ. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ പാടാക്കുക. നമ്മളിവിടെ നിന്നും കൊണ്ടുപോകില്ലെന്ന ജോസേട്ടൻ പറഞ്ഞത്. ജീവിച്ചിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഉപകാരങ്ങൾ ചെയ്യുക. ജോസേട്ടൻ ആണെങ്കിൽ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുള്ളൂ. അതന്നെ ദൈവം കൊടുത്ത ദാനം. എന്താ എൻ്റെ ഏട്ടന് പറയാനുള്ളത്? വളരെ സന്തോഷം. ആദ്യം മാനക്കേനെ കാണാൻ പറ്റി. തന്നെയല്ല, താങ്കളുടെ എല്ലാ നല്ല പ്രവൃത്തികളിലും എല്ലാ വിജയങ്ങളും അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതും ചെയ്യാൻ സഹകരിക്കാൻ, അല്ലെ? സന്തോഷം. ഒരുപാട് നന്ദി. അല്ലേ ദോസേട്ടാ? മാനക്കാട് പ്രവർത്തനങ്ങൾ ഇതുപോലെ നടക്കട്ടെ. നമുക്ക് ഇനിയും നമ്മുടെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും മാനക്കായ്ക്ക് ചെയ്യുന്നതായിരിക്കും. മാനക്കായ് ഇനിയും കൂടുതൽ വീടുകളും പണിത് ആൾക്കാരെ എല്ലാം സഹായിക്കണം. ദൈവം ഒരുപാട് നന്മ തരട്ടെ. താങ്ക് യു. അപ്പൊ ഞങ്ങൾ അജ്മൽഖാന്റെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. എന്തായാലും അജ്മൽഖായ്ക്ക് ഞങ്ങൾ നന്ദി പറയാം. ഞങ്ങൾ നമ്മുടെ കുവൈത്ത് തങ്ങൾ പ്രവാസി കൂട്ടായ്മന്റെ വക ഞങ്ങൾക്കൊരു വീട് നമ്മളെ ചുരമല മുണ്ടക്കൈക്കാർക്ക് വെച്ചെന്ന് അതിന്റെ താക്കോൽദാനത്തിന് വന്നാൽ ഞാൻ അപ്പോഴാണ് ഈ 2 മനസ്സിന്റെ ഉടമസ്ഥരെയും എനിക്ക് കാണാൻ കിട്ടിയത്. പടച്ചവനോട് നന്ദി പറഞ്ഞു. താങ്ക്സ്.